മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാവിലെ സമയം യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നിന്ന് ചില വസ്തുതകൾ വീണ്ടും ഒന്ന് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ യേശുക്രിസ്തുവിൻ്റെ ഈ ലോകത്തിൽ വെച്ചുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ആ മധ്യസ്ഥ പ്രാർത്ഥനയുടെ 3 തലങ്ങളെ എങ്ങനെ കർത്താവ് വ്യക്തമാക്കിയിരിക്കുന്നു എന്ന് നമുക്ക് ഒന്ന് നോക്കാം. അതിൻ്റെ ആദ്യ ഭാഗത്ത് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം, താൻ ഈ ലോകത്തിൽ ജഡാവതാരം എടുത്തു വന്നത് എന്തിന്, ആ ഉദ്ദേശം നിവർത്തിച്ച് ഇപ്പോൾ താൻ മടങ്ങിപ്പോകുന്നു, ഇനി എന്തായിത്തീരണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പിതാവായ ദൈവത്തോട് സംസാരിക്കുകയും അതിനായി ആഗ്രഹിക്കുകയും തൻ്റെ വാഞ്ഛയെ ദൈവസന്നിധിയിൽ പകരുകയും ചെയ്യുന്ന കർത്താവിനെ നാം ഇവിടെ കാണുന്നു. 6 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ കാണുന്നത്, നീ ലോകത്തിൽ നിന്നും എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിൻ്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർക്ക് വേണ്ടി, തൻ്റെ അടുത്തിരിക്കുന്ന, തന്നോട് ചേർന്ന് നടന്ന തൻ്റെ ശിഷ്യഗണത്തിന് വേണ്ടി, തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കർത്താവ് ഈ ലോകത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ പറയുന്നത്, നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടി അത്രയും ഞാൻ അപേക്ഷിക്കുന്നത്. തന്നോട് കൂടെ ജീവിക്കുകയും തന്നോട് കൂടെ നടക്കുകയും തന്നെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്ത ഒരു ന്യൂനപക്ഷം, അവർക്ക് വേണ്ടി കർത്താവ് ഹൃദ്യമായിട്ട് അപേക്ഷിക്കുന്നു. അവരെ ഈ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, അവർക്ക് ഈ ലോകത്തിൽ ദുഷ്ടനിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരായി അവർ ജീവിക്കണമെന്നുള്ള ആ വലിയ കാര്യം, അവരെ വിശുദ്ധീകരിക്കണം എന്നുള്ളതായ ആ വസ്തുതയ്ക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്ന് അതിൻ്റെ 20-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ നാം കാണുന്നത്, കർത്താവ് പ്രാർത്ഥിക്കുന്നത്, ഇനിയും തൻ്റെ ഈ ലോക ജീവിതം കഴിഞ്ഞിട്ട് തന്നോട് ചേർന്നിരിക്കുന്ന ഈ ശിഷ്യന്മാർ ലോകമെമ്പാടും പോയി ആ അന്ത്യനിയോഗത്തെ പ്രമാണിക്കുമ്പോൾ അവരുടെ വാക്ക് നിമിത്തം കർത്താവിലും അവൻ്റെ വചനത്തിലും വിശ്വസിക്കുന്ന തലമുറകൾ, അതിൽ ഇന്നുള്ള നാമം ഉൾപ്പെട്ടിരിക്കുന്നു. അതാണ് 20-ാം വാക്യത്തിൽ പറയുന്നത്, ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. ലോകമെമ്പാടും എക്കാലത്തുമുള്ള ദൈവജനത്തിന് വേണ്ടിയുള്ള പക്ഷപാത പ്രാർത്ഥനയാണ് 20 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. നമ്മുടെയും ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ ഈ ഭൂമിയിൽ നിറവേറേണ്ടതിനായിട്ട്, നാം ദൈവഹിതപ്രകാരം ജീവിക്കേണ്ടതിന് നാം പ്രാർത്ഥിക്കണം. അതാണല്ലോ യൂദായുടെ ലേഖനത്തിൽ അപ്പോസ്തലനായ യൂദ നമ്മളെ ഓർപ്പിക്കുന്നതും അതുതന്നെയാണല്ലോ. നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. ആ ദൈവത്തിൻ്റെ ആ ശക്തി നമ്മൾ ദൈവസ്നേഹത്തിൽ 20-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് യൂദായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നാം നമുക്ക് വേണ്ടി, നമ്മുടെ ആത്മീയ വർദ്ധനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം. പിന്നീട് നാം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി, നമ്മുടെ ചുറ്റുമുള്ള നമ്മെ സ്നേഹിക്കുകയും നാം സ്നേഹിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി അവർ പാപത്തിൽ വീഴാതെ വണ്ണം, അവർക്ക് ചില ഭൗതികമായ നന്മകൾക്ക് വേണ്ടിയല്ല, ചില താൽക്കാലികമായ സുഖങ്ങൾക്ക് വേണ്ടിയല്ല, അവരെ സത്യത്താൽ വിശുദ്ധീകരിക്കേണ്ടതിന് വേണ്ടി നമ്മോട് ചേർന്ന് നിൽക്കുന്നവർക്ക് വേണ്ടി കർത്താവ് ആ യെരുശലേം പുത്രിമാരെ നോക്കി പറഞ്ഞല്ലോ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവീൻ. നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നാം ഇടിവിൽ നിൽക്കേണ്ടതായിട്ടുണ്ട്. വീണ്ടും നമ്മുടെ ചുറ്റുമുള്ള അനേകർ ഇനിയും കർത്താവിൽ വിശ്വസിക്കുവാനായിട്ടുണ്ട്. ഇനിയും കർത്താവിൻ്റെ സുവിശേഷം അറിഞ്ഞ് ദൈവകൃപയിലേക്ക് കടന്നു വരുന്ന ഒരു ജനത്തിനു വേണ്ടി നാം പ്രാർത്ഥിക്കണം. ഈ 3 കാര്യങ്ങളെ കർത്താവ് ഈ 17-ാം അധ്യായത്തിൽ വ്യക്തമായി നമ്മുടെ കണ്ണിന് മുൻപിൽ വരച്ചു കാട്ടിയിരിക്കുന്നു. ഇത് വായിക്കും തോറും പഠിക്കും തോറും നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റേതായ ആ നിയോഗങ്ങളൊക്കെ മാറ്റിയെടുക്കുവാൻ ഇത് മുഖാന്തരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ. കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ തനിക്ക് വേണ്ടിയും തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും തൻ്റെ സുവിശേഷത്താൽ വിശ്വസിക്കുന്ന ഒരു ജനത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ നമ്മുടെ ഹൃദയം ഒരുക്കപ്പെടുമാറാകട്ടെ.
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ്.